നമസ്കാരം. ഇന്ത്യൻ ഭരണഘടന രാഷ്ട്രപതി ഭരണഘടന അനുസരിച്ച് ഇന്ത്യൻ യൂണിയൻ്റെ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ നിക്ഷിപ്തമായിരിക്കുന്നത് രാഷ്ട്രപതിയിൽ. ഭരണഘടന അനുസരിച്ച് ഇന്ത്യൻ യൂണിയൻ്റെ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ നിക്ഷിപ്തമായിരിക്കുന്നത് രാഷ്ട്രപതിയിലാണ്. എന്നാൽ ഈ അധികാരങ്ങൾ യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ക്യാബിനറ്റാണ്. രാഷ്ട്രത്തിൻ്റെ തലവൻ പ്രസിഡൻ്റാണ്. കേന്ദ്ര മന്ത്രിസഭയുടെ തലവൻ പ്രധാനമന്ത്രി. ഇന്ത്യയുടെ പ്രഥമ പുരുഷൻ രാഷ്ട്രപതി. ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ രാഷ്ട്രപതി. രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് പാർലമെൻറ്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ട്രൽ കോളേജ്. രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് പാർലമെൻറ്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ട്രൽ കോളേജാണ്. സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് വഴി ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായമാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ അനുവർത്തിച്ചു വരുന്നത്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലെ തർക്കങ്ങൾ പരിഹരിക്കുന്നത് സുപ്രീം കോടതിയാണ്. രാഷ്ട്രപതിയുടെ ഭരണകാലാവധി രാഷ്ട്രപതിയുടെ ഭരണകാലാവധി 5 വർഷം. ഒരു വ്യക്തിക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇന്ത്യൻ പ്രസിഡന്റ് സ്ഥാനം വഹിക്കാവുന്നതാണ്. രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. രാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഉപരാഷ്ട്രപതിക്ക്. രാഷ്ട്രപതിയെ തൽസ്ഥാനത്തു നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമം ഇംപീച്ച്മെൻറ്റ്. രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യുന്നതിനുള്ള ഏക കാരണം ഭരണഘടനാ ലംഘനം. രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യുന്നതിനുള്ള ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 61. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിനുള്ള യോഗ്യതകൾ ഭാരത പൗരനായിരിക്കണം. 35 വയസ്സ് പൂർത്തിയായിരിക്കണം. ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ കീഴിൽ ആദായകരമായ പദവികൾ വഹിക്കുന്ന വ്യക്തിയായിരിക്കരുത്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ കീഴിൽ ആദായകരമായ പദവികൾ വഹിക്കുന്ന വ്യക്തിയായിരിക്കരുത്. 14 ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകിയതിന് ശേഷം രാജ്യസഭയിലോ ലോക്സഭയിലോ ഇംപീച്ച്മെൻറ്റ് പ്രമേയം അവതരിപ്പിക്കാവുന്നതാണ്. 14 ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകിയതിന് ശേഷം രാജ്യസഭയിലോ ലോക്സഭയിലോ ഇംപീച്ച്മെൻറ്റ് പ്രമേയം അവതരിപ്പിക്കാവുന്നതാണ്. ഇംപീച്ച്മെൻറ്റ് പ്രമേയം അവതരിപ്പിക്കാൻ സഭയുടെ 1/4 അംഗങ്ങളുടെ പിന്തുണ ആവശ്യമാണ്. ഇംപീച്ച്മെൻറ്റ് പ്രമേയം പാസ്സാവണമെങ്കിൽ സഭയുടെ മൊത്തം അംഗസംഖ്യയുടെ 2/3 ഭൂരിപക്ഷം ആവശ്യമാണ്. ഇന്ത്യയിൽ ഇതുവരെ ഒരു രാഷ്ട്രപതിയെയും ഇംപീച്ച്മെൻറ്റിന് വിധേയനാക്കിയിട്ടില്ല. രാഷ്ട്രപതി സ്ഥാനം ഒഴിവ് വന്നാൽ എത്ര കാലത്തിനുള്ളിൽ പുതിയ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കണം? 6 മാസത്തിനുള്ളിൽ. രാഷ്ട്രപതി സ്ഥാനം ഒഴിവ് വന്നാൽ എത്ര കാലത്തിനുള്ളിൽ പുതിയ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കണം? 6 മാസത്തിനുള്ളിൽ.
രാഷ്ട്രപതിയുടെ അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കുന്നത് ഉപരാഷ്ട്രപതി. രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ചുമതല നിർവഹിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ഉപരാഷ്ട്രപതി, രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അഭാവത്തിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. രാഷ്ട്രപതി ഭവൻ. ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയാണ് രാഷ്ട്രപതി ഭവൻ. 13 ഏക്കർ വിസ്തൃതിയിൽ ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന രാഷ്ട്രപതി ഭവനിൽ 340 മുറികളാണുള്ളത്. ലേഡി ഹാർഡിഞ്ചിനു വേണ്ടി ലോക പ്രശസ്ത വാസ്തുശില്പി എഡ്വിൻ ലൂട്ടിൻസ് ആണ് മന്ദിരം രൂപകൽപ്പന ചെയ്തത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് വൈസ് റീഗൽ പാലൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. വൈസ് റീഗൽ പാലസിൽ താമസിച്ച ആദ്യ വ്യക്തി ലോർഡ് ഇർവിൻ. വൈസ് റീഗൽ പാലസിൽ താമസിച്ച ആദ്യ ഇന്ത്യൻ ഭരണാധികാരി സി രാജഗോപാലാചാരി. വൈസ് റീഗൽ പാലസിൽ താമസിച്ച ആദ്യ വ്യക്തി ലോർഡ്സ് ഇർവിൻ. വൈസ് റീഗൽ പാലസിൽ താമസിച്ച ആദ്യ ഇന്ത്യൻ ഭരണാധികാരി സി രാജഗോപാലാചാരി. മുഗൾ ഗാർഡൻ, ഹെർബൽ ഗാർഡൻ എന്നിവ സ്ഥിതി ചെയ്യുന്നത് രാഷ്ട്രപതി ഭവനിൽ. മുഗൾ ഗാർഡൻ, ഹെർബൽ ഗാർഡൻ എന്നിവ സ്ഥിതി ചെയ്യുന്നത് രാഷ്ട്രപതി ഭവനിൽ. രാഷ്ട്രപതി ഭവനെ മാതൃകാ മാലിന്യ സംസ്കരണ പ്രദേശമാക്കുന്നതിനുള്ള പദ്ധതി റോഷി. രാഷ്ട്രപതി നിലയം. രാഷ്ട്രപതിയുടെ ദക്ഷിണേന്ത്യയിലെ വസതിയാണ് രാഷ്ട്രപതി നിലയം. ഹൈദരാബാദിലാണ് രാഷ്ട്രപതി നിലയം സ്ഥിതി ചെയ്യുന്നത്. ഹൈദരാബാദിലെ ഭരണാധികാരിയായിരുന്ന നൈസാമാണ് 1860 ഈ മന്ദിരം പണി കഴിപ്പിച്ചത്. രാഷ്ട്രപതി നിവാസ്. സിംലയിലാണ് രാഷ്ട്രപതി നിവാസ് സ്ഥിതി ചെയ്യുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ വേനൽക്കാല തലസ്ഥാനമായിരുന്ന സിംലയിൽ വൈസ്രോയുടെ വസതിയായി നിർമ്മിച്ച വൈസ് റീഗൽ ലോഡ്ജാണ് സ്വാതന്ത്ര്യാനന്തരം രാഷ്ട്രപതി നിവാസ് ആയി മാറിയത്. 1888 പൂർത്തിയായ ഈ മന്ദിരം രൂപകൽപ്പന ചെയ്തത് ഹെൻറി ഇർവിനാണ്. ഡെഫറിൻ പ്രഭുവാണ് വൈസ് റീഗൽ ലോഡ്ജിലെ ആദ്യ താമസക്കാരൻ. പാർലമെന്റിലേക്ക് എത്ര അംഗങ്ങളെ രാഷ്ട്രപതിക്ക് നിർദ്ദേശിക്കാം? 14. ലോകസഭയിലേക്ക് എത്ര അംഗങ്ങളെ രാഷ്ട്രപതിക്ക് നാമനിർദ്ദേശം ചെയ്യാം? 2. ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തിൽ നിന്ന്. രാജ്യസഭയിലേക്ക് എത്ര അംഗങ്ങളെ രാഷ്ട്രപതിക്ക് നാമനിർദ്ദേശം ചെയ്യാം? 12. കല, സാഹിത്യം, ശാസ്ത്രം, സാമൂഹ്യ സേവനം എന്നീ മേഖലകളിൽ നിന്ന് 12 പേരെ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നു. ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് കുറ്റവാളികൾക്ക് രാഷ്ട്രപതി മാപ്പ് നൽകുന്നത്? അനുച്ഛേദം 12 അനുസരിച്ച് കുറ്റവാളികൾക്ക് രാഷ്ട്രപതി മാപ്പ് നൽകുന്നു. ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് കുറ്റവാളികൾക്ക് ഗവർണർ മാപ്പ് നൽകുന്നത്? അനുച്ഛേദം 161. പട്ടാളക്കോടതി ശിക്ഷ വിധിച്ച കുറ്റവാളികൾക്ക് മാപ്പ് നൽകുന്നത് രാഷ്ട്രപതി. ഇന്ത്യൻ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യ വനിത മനോഹര ഹോൾക്കർ. രാഷ്ട്രപതിമാർ. ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 2 പ്രാവശ്യം രാഷ്ട്രപതിയായ ഏക വ്യക്തി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. 2 പ്രാവശ്യം രാഷ്ട്രപതിയായ ഏക വ്യക്തി ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതി. ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്ന രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്ന രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യ ഡിവൈഡസ്, ചമ്പാരൻ സത്യാഗ്രഹ എന്നിവ രചിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായിരുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. കേരള നിയമസഭയിൽ ചിത്രം അനാച്ഛാദനം ചെയ്യപ്പെട്ട ആദ്യ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. കേരള നിയമസഭയിൽ ചിത്രം അനാച്ഛാദനം ചെയ്യപ്പെട്ട ആദ്യ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഏറ്റവും കുറച്ചു കാലം രാഷ്ട്രപതിയായിരുന്നത് സക്കീർ ഹുസൈൻ. ഏറ്റവും കുറച്ചു കാലം രാഷ്ട്രപതിയായിരുന്നത് സക്കീർ ഹുസൈൻ. ചൈന സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആർ വെങ്കിട്ടരാമൻ. ചൈന സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആർ വെങ്കിട്ടരാമൻ.
തമിഴ്നാടിൻ്റെ വ്യവസായ ശില്പി എന്നറിയപ്പെടുന്ന രാഷ്ട്രപതി ആർ വെങ്കിട്ടരാമൻ. കേന്ദ്ര ധനകാര്യ മന്ത്രിയായതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തിയാണ് ആർ വെങ്കിട്ടരാമൻ. കേന്ദ്ര ധനകാര്യ മന്ത്രിയായ ശേഷം രാഷ്ട്രപതിയായ രണ്ടാമത്തെ വ്യക്തി പ്രണവ് മുഖർജി. ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡി. ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡി. ഏറ്റവും പ്രായം കൂടിയ രാഷ്ട്രപതി KR നാരായണൻ. രാഷ്ട്രപതിയാകുന്ന സമയത്ത് KR നാരായണൻ്റെ പ്രായം 76 വയസ്സ് 271 ദിവസം. ആർ വെങ്കിട്ടരാമൻ്റെ പ്രായം 76 വയസ്സ് 221 ദിവസം. ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഭരണഘടനാ പദവിയിലിരിക്കെ ഭാരതരത്നം നേടിയ ആദ്യ വ്യക്തി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ആദ്യ മുസ്ലിം രാഷ്ട്രപതി സക്കീർ ഹുസൈൻ. പ്ലേറ്റോയുടെ റിപ്പബ്ലിക് ഉറുദു ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത ഇന്ത്യൻ പ്രസിഡന്റ് സക്കീർ ഹുസൈൻ. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ പ്രധാനമന്ത്രി PV നരസിംഹറാവു. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ പ്രധാനമന്ത്രി PV നരസിംഹറാവു. വിദ്യാഭ്യാസ തത്വചിന്തകനായ രാഷ്ട്രപതി സക്കീർ ഹുസൈൻ. തത്വചിന്തകനായ രാഷ്ട്രപതി ഡോക്ടർ രാധാകൃഷ്ണൻ. രാഷ്ട്രപതിമാരും വർഷവും രാജേന്ദ്ര പ്രസാദ് 1950 to 1962. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ 1962 മുതൽ 67 വരെ. സക്കീർ ഹുസൈൻ 1967 മുതൽ 69 വരെ. VV ഗിരി 1969 to 1974. ഫക്രുദ്ദീൻ അലി അഹമ്മദ് 1974 മുതൽ 1977 വരെ. നീലം സഞ്ജീവ റെഡ്ഡി 1977 മുതൽ 1982 വരെ. ഗ്യാനി സെയിൽ സിംഗ് 1982 to 87. ആർ വെങ്കട്ടരാമൻ 1987 മുതൽ 1992 വരെ. ശങ്കർ ദയാൽ ശർമ്മ 1992 മുതൽ 1997 വരെ. KR നാരായണൻ 1997 to 2002. APJ അബ്ദുൽ കലാം 2002 മുതൽ 2007 വരെ. പ്രതിഭ പാട്ടീൽ 2007 മുതൽ 2012 വരെ. പ്രണവ് മുഖർജി 2012 to 2017. രാംനാഥ് കോവിന്ദ് 2017 to 2022. ദ്രൗപദി മുർമു 2020 to പ്രസൻറ്റ്. പാർലമെൻറ്റ് സമ്മേളിക്കാത്ത അവസരങ്ങളിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത് രാഷ്ട്രപതി. രാഷ്ട്രപതി ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത് ഭരണഘടനയുടെ 123-ാം വകുപ്പനുസരിച്ചാണ്. പാർലമെൻറ്റ് സമ്മേളിച്ച് 6 ആഴ്ചയ്ക്കുള്ളിലാണ് പ്രസ്തുത ഓർഡിനൻസ് പാർലമെൻറ്റ് അംഗീകരിക്കേണ്ടത്. ഒരു ഓർഡിനൻസിൻ്റെ കാലാവധി 6 മാസം. ഏറ്റവും കൂടുതൽ ഓർഡിനൻസുകൾ പുറപ്പെടുവിച്ചിട്ടുള്ള പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ രാഷ്ട്രപതി ഡോക്ടർ സക്കീർ ഹുസൈൻ. അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ രാഷ്ട്രപതി ഡോക്ടർ സക്കീർ ഹുസൈൻ. അധികാരത്തിലിരിക്കെ അന്തരിച്ച രണ്ടാമത്തെ രാഷ്ട്രപതി ഡോക്ടർ ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഒരിക്കൽ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷം രാഷ്ട്രപതിയായ ഏക വ്യക്തി നീലം സഞ്ജീവ റെഡ്ഡി. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന നീലം സഞ്ജീവ റെഡ്ഡിയെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയ സ്വതന്ത്ര സ്ഥാനാർത്ഥി VV ഗിരി 1969. ലോക്സഭ സ്പീക്കറായിരിക്കുന്നതിന് ശേഷം രാഷ്ട്രപതിയായത് നീലം സഞ്ജീവ റെഡ്ഡി. ബിരുദധാരിയല്ലാത്ത ആദ്യ രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡി. മുഖ്യമന്ത്രിയായ ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി നീലം സഞ്ജീവ റെഡ്ഡി. അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ
ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ സമയത്ത് ഇന്ത്യൻ രാഷ്ട്രപതി സെയിൽ സിംഗ്. ജ്ഞാനി അറിയപ്പെട്ടിരുന്ന രാഷ്ട്രപതി സെയിൽ സിംഗ്. കാർ അപകടത്തിൽ കൊല്ലപ്പെട്ട രാഷ്ട്രപതി സെയിൽ സിംഗ്. എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡി. എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡി. എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതി KR നാരായണൻ. ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതി KR നാരായണൻ. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ KR നാരായണനെതിരെ മത്സരിച്ച മലയാളി TN ശേഷൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ രാഷ്ട്രപതി KR നാരായണൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ രാഷ്ട്രപതി KR നാരായണൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ രാഷ്ട്രപതി അബ്ദുൽ കലാം. ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച രാഷ്ട്രപതി KR നാരായണൻ. ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച രാഷ്ട്രപതി KR നാരായണൻ. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടി വിജയിച്ച രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വിജയിച്ച രാഷ്ട്രപതി VV ഗിരി. VV ഗിരി 1969 മെയ് 3 മുതൽ 1969 ജൂലൈ 20 വരെ. ജസ്റ്റിസ് മുഹമ്മദ് ഹിദായത്തുള്ള 1969 ജൂലൈ 20 മുതൽ ആഗസ്റ്റ് 24 വരെ. BD JT 1977 ഫെബ്രുവരി 11 മുതൽ ജൂലൈ 25 വരെ. ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് VV ഗിരി. ഏറ്റവും കൂടുതൽ കാലം ആക്ടിംഗ് പ്രസിഡന്റ് ആയിരുന്നത് BD JT. ഏറ്റവും കുറച്ചു കാലം ആക്ടിംഗ് പ്രസിഡന്റ് ആയിരുന്നത് ജസ്റ്റിസ് M ഹിദായത്തുള്ള. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യ മലയാളി VR കൃഷ്ണയ്യർ 1897 വെങ്കട്ടരാമനെതിരെ. മലയാളിയായ ആദ്യ രാഷ്ട്രപതി KR നാരായണൻ. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിൻ്റെയും റിപ്പബ്ലിക് ആയതിൻ്റെയും സുവർണ ജൂബിലി ആഘോഷിച്ചപ്പോൾ രാഷ്ട്രപതി ആയിരുന്നത് KR നാരായണൻ. KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് സ്ഥിതി ചെയ്യുന്നത് തെക്കുംതല, കോട്ടയം. രാഷ്ട്രപതിയുടെ ശമ്പളത്തെയും ആനുകൂല്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പട്ടിക 2ാം പട്ടിക. മുൻ ഉപരാഷ്ട്രപതിയെ പരാജയപ്പെടുത്തി രാഷ്ട്രപതിയായ ഏക വ്യക്തി ശ്രീമതി പ്രതിഭ പാട്ടിൽ. ബൈറോൺ സിംഗ് ഷൈഖാവത്തിനെയാണ് പരാജയപ്പെടുത്തിയത്. ഇന്ത്യൻ രാഷ്ട്രപതിയായ പ്രഥമ വനിതയാണ് പ്രതിഭ പാട്ടിൽ. ഇന്ത്യൻ രാഷ്ട്രപതിയായ പ്രഥമ വനിത പ്രതിഭ പാട്ടിൽ. പാർലമെന്റ് പാസാക്കി രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയക്കുന്ന ബില്ലുകൾ എത്ര സമയത്തിനുള്ളിൽ രാഷ്ട്രപതി തിരിച്ചയക്കണമെന്ന് ഭരണഘടന നിഷ്കർഷിക്കുന്നില്ല. പ്രസ്തുത ബില്ല് എത്ര കാലം വേണമെങ്കിലും രാഷ്ട്രപതിക്ക് കൈവശം വച്ചിരിക്കാൻ കഴിയും. രാഷ്ട്രപതിയുടെ ഈ അധികാരത്തെയാണ് പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്നത്. പോക്കറ്റ് വീറ്റോ ആദ്യമായി ഉപയോഗിച്ച ഇന്ത്യൻ പ്രസിഡന്റ് ഗ്യാനി സെയിൽ സിംഗ്. 1986 ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഭേദഗതി ബില്ലിലാണ് അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന സെയിൽ സിംഗ് പോക്കറ്റ് വീറ്റോ ഉപയോഗിച്ചത്. പാർലമെന്റ് പാസാക്കിയ ഒരു ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുമ്പോൾ അതിൽ ഒപ്പുവെക്കാതെ രാഷ്ട്രപതിക്ക് തിരിച്ചയക്കാൻ കഴിയും. എന്നാൽ പ്രസ്തുത ബില്ല് പാർലമെന്റ് വീണ്ടും പാസാക്കിയ രാഷ്ട്രപതിക്ക് അയക്കുകയാണെങ്കിൽ അതിൽ ഒപ്പുവെക്കാൻ രാഷ്ട്രപതി ബാധ്യസ്ഥനാണ്. ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുന്ന 13ാമത്തെ വ്യക്തി പ്രണബ് മുഖർജി. ദ ഡ്രാമാറ്റിക് ഡിക്കേഡ്, ദ ഇന്ദിരാഗാന്ധി ഇയേഴ്സ്, ദ ടർബുലന്റ് ഇയേഴ്സ് 1980-96 എന്നീ പുസ്തകങ്ങൾ രചിച്ചത് പ്രണബ് മുഖർജി. 1931 ലണ്ടനിൽ നടന്ന 2ാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യയിലെ തൊഴിലാളികളെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുകയും പിന്നീട് ഇന്ത്യൻ രാഷ്ട്രപതിയായി തീരുകയും ചെയ്ത വ്യക്തിയാണ് VV ഗിരി.
ചന്ദ്രനിലെ ലോഹഫലകത്തിൽ ഇന്ത്യക്ക് വേണ്ടി സന്ദേശം നൽകിയ പ്രസിഡന്റ് വി ഗിരി. ചന്ദ്രനിലെ ലോഹഫലകത്തിൽ ഇന്ത്യക്ക് വേണ്ടി സന്ദേശം നൽകിയ പ്രസിഡന്റ് വി ഗിരി. വി ഗിരി നൽകിയ സന്ദേശം: മനുഷ്യകുലത്തിന് നന്മ വരാൻ ചന്ദ്രയാത്രയ്ക്ക് കഴിയട്ടെ. നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ സ്ഥാപിച്ച ഫലകത്തിൽ എഴുതിയിരിക്കുന്നത്: ഞങ്ങൾ ഇവിടെ എത്തിയത് മാനവരാശിയാകെ സമാധാനത്തിനു വേണ്ടിയാണ്. സെക്കൻഡ് പ്രിഫറൻഷ്യൽ വോട്ട് എണ്ണി വിജയിച്ച രാഷ്ട്രപതി വി ഗിരി. കേരള ഗവർണർ ആയതിനു ശേഷം രാഷ്ട്രപതിയായ ഏക വ്യക്തിയാണ് വി ഗിരി. കേരള ഗവർണർ ആയതിനു ശേഷം രാഷ്ട്രപതിയായ ഏക വ്യക്തി വി ഗിരി. ഡോക്ടർ APJ അബ്ദുൽ കലാം. മുഴുവൻ പേര് അബുൽ പക്കീർ ജൈനുലാബ്ദീൻ അബ്ദുൽ കലാം. 1931 ഒക്ടോബർ 15 തമിഴ്നാട് രാമേശ്വരത്ത് ജനിച്ചു. ഇന്ത്യയുടെ 12ാമത്തെ രാഷ്ട്രപതിയാകുന്ന 11ാമത്തെ വ്യക്തി. 1997 ഭാരത രത്ന ലഭിച്ചു. ഹൂവർ പുരസ്കാരം നേടിയ ആദ്യ ഏഷ്യക്കാരൻ. രാഷ്ട്രപതി പദത്തിലെത്തിയ ആദ്യ ശാസ്ത്രജ്ഞൻ. പീപ്പിൾസ് പ്രസിഡന്റ് എന്നറിയപ്പെടുന്നു. ജനങ്ങളുടെ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നു. ഡോക്ടർ കലാമിൻ്റെ ബഹുമാനാർത്ഥം ന്യൂഡൽഹിയിൽ ആരംഭിച്ച മ്യൂസിയം മിഷൻ ഓഫ് ലൈഫ് മ്യൂസിയം. യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്ത ആദ്യ ഇന്ത്യ സർവ്വസൈന്യാധിപനാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. അന്തർവാഹിനിയിൽ സഞ്ചരിച്ച ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് അബ്ദുൽ കലാം. സിയാച്ചിൻ ഗ്ലേഷ്യർ സന്ദർശിച്ച ആദ്യ രാഷ്ട്രപതിയാണ് അബ്ദുൽ കലാം. ₹1 മാത്രം പ്രതിമാസം ശമ്പളം കൈപ്പറ്റിയിരുന്ന രാഷ്ട്രപതി. ₹1 മാത്രം പ്രതിമാസം ശമ്പളം കൈപ്പറ്റിയിരുന്ന രാഷ്ട്രപതി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ രാഷ്ട്രപതിയാണ് അബ്ദുൽ കലാം. കേരളത്തിന് 10 കർമ്മപരിപാടി സംഭാവന ചെയ്ത രാഷ്ട്രപതി. കേരളത്തിന് 10 കർമ്മപരിപാടി സംഭാവന ചെയ്ത രാഷ്ട്രപതി. അബ്ദുൽ കലാം ആരംഭിച്ച ഈ ന്യൂസ് പേപ്പർ ബില്യൺ ബീറ്റ്സ്. APJ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥ അഗ്നിച്ചിറകുകൾ, വിങ്സ് ഓഫ് ഫയർ. APJ അബ്ദുൽ കലാമിനെതിരെ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച മലയാളി വനിത ലക്ഷ്മി സൈഗാൾ. എയിമിംഗ് ലോ ഈസ് എ ക്രൈം എന്ന് പറഞ്ഞത് APJ അബ്ദുൽ കലാം. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ അബ്ദുൽ കലാം. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ അബ്ദുൽ കലാം. മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ ടെസ്സി തോമസ്. മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ ടെസ്സി തോമസ്. APJ അബ്ദുൽ കലാമിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകം ലൈറ്റ്സ് ഫ്രം മെനി ലാംപ്സ്, എഡിറ്റഡ് ബൈ ലിലിയാൻ വാട്സൺ. ലോക വിദ്യാർത്ഥി ദിനമായി ഐക്യരാഷ്ട്രസഭ ആഘോഷിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? അബ്ദുൽ കലാം. ഒക്ടോബർ 15. ബ്രിട്ടനിലെ റോയൽ സൊസൈറ്റിയുടെ കിങ്സ് ചാർൽസ് II മെഡൽ നേടിയ ആദ്യ ഭാരതീയൻ APJ അബ്ദുൽ കലാം. APJയുടെ കവിതാ സമാഹാരം യനുദായ പ്രയാണ. മൈ ജേർണി എന്ന പേരിൽ ഇത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. സ്കൂളുകളിൽ കലാമിൻ്റെ ജീവിതം പാഠ്യവിഷയമാക്കാൻ തീരുമാനമെടുത്ത സംസ്ഥാനം മധ്യപ്രദേശ്. മേജർ ജനറൽ പൃഥ്വിരാജ് എന്നറിയപ്പെട്ടിരുന്ന രാഷ്ട്രപതി APJ അബ്ദുൽ കലാം. അബ്ദുൽ കലാമിൻ്റെ സന്ദർശനത്തിൻ്റെ സ്മരണാർത്ഥം മെയ് 26 ശാസ്ത്ര ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച രാജ്യം സ്വിറ്റ്സർലാൻഡ്. APJ അബ്ദുൽ കലാമിൻ്റെ പേരിൽ യൂത്ത് അവാർഡ് ഏർപ്പെടുത്തിയ സംസ്ഥാനം തമിഴ്നാട്. APJ അബ്ദുൽ കലാമിനോടുള്ള ബഹുമാനാർത്ഥം സ്മാരകം നിർമ്മിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്ത നഗരം രാമേശ്വരം. APJ അബ്ദുൽ കലാമിൻ്റെ പേരിൽ ഗവേഷണ നയ കേന്ദ്രം സ്ഥാപിക്കുന്ന ഇന്ത്യയിലെ IIM ഷില്ലോങ്. APJ അബ്ദുൽ കലാം അന്തരിച്ചത് 2015 ജൂലൈ 27. ദ്രൗപദി മുർമു. ഇന്ത്യൻ രാഷ്ട്രപതിയാകുന്ന 15ാമത്തെ വ്യക്തിയാണ് ദ്രൗപദി മുർമു. NDAയുടെ നോമിനി. ഇന്ത്യയുടെ ആദ്യത്തെ ഗോത്രവർഗ പ്രസിഡന്റും രണ്ടാമത്തെ വനിതാ പ്രസിഡന്റും ദ്രൗപദി മുർമു. ഇന്ത്യയുടെ ആദ്യ ഗോത്രവർഗ പ്രസിഡന്റും രണ്ടാമത്തെ വനിതാ പ്രസിഡന്റുമാണ് ദ്രൗപദി മുർമു.
ഒഡീഷയിൽ നിന്നുള്ള ഗോത്രവർഗ നേതാവാണ് ദ്രൗപദി മുർമു. ഒഡീഷയിൽ നിന്നുള്ള ഗോത്രവർഗ നേതാവാണ് ദ്രൗപദി മുർമു. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ദ്രൗപദി മുർമുവിനെ എതിർത്ത സ്ഥാനാർത്ഥിയായിരുന്നത് മുൻ കേന്ദ്രമന്ത്രി യശ്വന്ത് സിൻഹ. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ദ്രൗപദി മുർമുവിൻ്റെ എതിർത്ത സ്ഥാനാർത്ഥിയായിരുന്നത് മുൻ കേന്ദ്രമന്ത്രി യശ്വന്ത് സിൻഹ.